ഔറംഗസേബുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഔറംഗസേബിന്റെ കല്ലറ പൊളിക്കണം എന്നാവശ്യപ്പെട്ട് ഒരുപാട് നാളായി വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അവിടെ തുടങ്ങിയിട്ടുണ്ട്. ബജ്രംഗ് ദൾ അവസാനം കർസേവ അതിലേക്ക് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതേ തുടർന്നുണ്ടായത്. അതിനിടയിൽ ഒരു പ്രത്യേക മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം കത്തിച്ചു എന്നാരോപിച്ച് രണ്ട് വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയും അതൊരു കലാപത്തിലേക്ക് വഴിമാറുകയും വലിയ രീതിയിൽ നാഗ്പൂർ ആളിക്കത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ ഒരു മറുപടി പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്നത്. മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം സംബന്ധിച്ച വിവാദങ്ങൾക്കിടെയാണ് മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഏക്നാഥ് ഷിൻഡെ ഒരു വലിയ പ്രസ്താവന നടത്തിയത്. ഒസാമ ബിൻ ലാദനെ അവരുടെ മണ്ണിൽ സംസ്കരിക്കാൻ അമേരിക്ക അനുവദിച്ചില്ല എന്നും ഏതെങ്കിലും തരത്തിലുള്ള മഹത്വവൽക്കരണം ഒഴിവാക്കാൻ അദ്ദേഹത്തിന്റെ മൃതദേഹം കടലിൽ കൊണ്ട് കെട്ടിത്താഴ്ത്തിയെന്നുമാണ് ഷിൻഡെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഔറംഗസേബിനെ എന്തിനാണ് നമ്മുടെ നാട്ടിൽ സംസ്കരിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും ഷിൻഡെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നാഗ്പൂർ ആക്രമണത്തെക്കുറിച്ച് സഭയെ അഭിസംബോധന ചെയ്യുന്നതിനിടെ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള ചൂടേറിയ വാഗ്വാദത്തിനിടെ ഷിൻഡെ ശിവസേന നേതാവ് അനിൽ പരബിനെതിരെ രൂക്ഷ വിമർശനം നടത്തി. മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം വലതുപക്ഷ സംഘടനകൾക്കിടയിൽ വിവാദത്തിന് കാരണമായതിനെ ഏക്നാഥ് ഷിൻഡെ ചോദ്യം ചെയ്തു. നിലവിൽ ഈ ശവക്കുഴി നീക്കം ചെയ്യണമെന്ന് ആവശ്യമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഔറംഗസേബ് വിഷയത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ആരാണ് ഔറംഗസേബ്? നമ്മുടെ സംസ്ഥാനത്ത് അദ്ദേഹത്തെ മഹത്വപ്പെടുത്താൻ എന്തിനനുവദിക്കണം? അദ്ദേഹം നമ്മുടെ ചരിത്രത്തിൽ ഒരു കളങ്കമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഷിൻഡെ ഔറംഗസേബിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞത്. എന്തായാലും മുഗൾ ചക്രവർത്തി മറാഠ രാജാവായ ഛത്രപതി സംഭാജി രാജിന് ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള അവസരം നൽകിയെന്നും എന്നാൽ അദ്ദേഹം വിസമ്മതിച്ചപ്പോൾ അദ്ദേഹത്തെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഭരണത്തെ ഔറംഗസേബിന്റെ ഭരണവുമായി താരതമ്യം ചെയ്ത സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് ഹർഷവർദ്ധൻ സബ്കലിനെ ഏക്നാഥ് ഷിൻഡെ വിമർശിച്ചിട്ടുണ്ട്. ഔറംഗസേബ് ശത്രുക്കളോട് ചെയ്തതുപോലെ ഫട്നാവിസ് ആരോടെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമുഖത്ത് ഉണ്ടാകില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഷിൻഡെ പറഞ്ഞത്. എന്തായാലും 6 തലമുറകളായി ഔറംഗസേബിന്റെ ശവകുടീരത്തിന്റെ പരിപാലകനായ അഫ്രോസ് അഹമ്മദ് പറയുന്നത് തന്റെ ഗുരുവായ സൂഫി സന്യാസി ഹസ്രത് സൈനുദ്ദീൻ ഷിറാസിയുടെ ദർഗയുടെ പരിസരമായ ഖുർദാബാദിൽ അസം ഷായുടെ ശവകുടീരം അസംസ്കൃത കളിമണ്ണിൽ നിർമ്മിക്കണമെന്ന് ഔറംഗസേബ് തന്റെ മകൻ അസം ഷായ്ക്ക് വസിയത്ത് നൽകിയിരുന്നു എന്നാണ്. തന്റെ ശവക്കുഴിയിൽ ഒരു താഴികക്കുടമോ കെട്ടിടമോ പണിയില്ലെന്ന് ഔറംഗസേബ് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പാവപ്പെട്ടവന്റെ ശവക്കുഴി പോലെ അത് പണിയണം. തുറന്ന ആകാശത്തിന് കീഴിലും നഗ്നമായും ഇന്നും അദ്ദേഹത്തിന്റെ അജ്ഞാത ശവകുടീരം തുറന്ന ആകാശത്തിന് കീഴിൽ കിടക്കുന്നു. മഴക്കാലത്ത് ഔറംഗസേബിന്റെ ശവകുടീരം നനയുന്നതിന്റെ കാരണം ഇതാണെന്നും ആ ശവകുടീരം നോക്കി നടത്തുന്ന അതിന്റെ ചുമതലക്കാരൻ ഇപ്പോൾ പറയുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷം സഭയിലും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.